നിസാൻ മാഗ്നൈറ്റ്. ഞാൻ കഴിഞ്ഞ 4 വർഷമായിട്ട് എൻ്റെ പ്രൈമറി കാറായിട്ട് ഉപയോഗിക്കുന്ന കാറാണ് നിസാൻ മാഗ്നൈറ്റ്. അതിൻ്റെ ഏറ്റവും ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള 1 ലിറ്റർ നോൺ ടെർബോ മാനുവൽ ട്രാൻസ്മിഷനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിസാൻ മാഗ്നൈറ്റിൻ്റെ തന്നെ ഡാഷ് ക്യാമറ റെക്കോർഡിങ്സാണ്. നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ പറയാം. ഞാൻ ഈ കാർ എടുത്തിട്ട് 4 വർഷമായി. അപ്പോൾ എനിക്ക് ഫേസ് ചെയ്തിട്ടുള്ള പോസിറ്റീവ്സ് നെഗറ്റീവ്സ് ഞാൻ ഷോർട്ടാക്കി പറയാം. പോസിറ്റീവ്സ് ഒന്ന്, ഇതൊരു വാല്യൂ ഫോർ മണി കാറാണ്. നിങ്ങളൊരു പുതിയ കാറ് ആദ്യമായിട്ട് വീട്ടിലേക്ക് ഒരു കാർ മേടിക്കുകയോ അല്ലെങ്കിൽ ഒരു പഴയ സെക്കൻഡ് ഹാൻഡ് കാർ, അതായത് ഒരു ഓൾട്ടോ അല്ലെങ്കിൽ സെലേറിയോ പോലത്തെ കാറിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും നിസാൻ മാഗ്നൈറ്റ്. എന്നുവെച്ചാൽ നല്ല വലിപ്പമുണ്ട്, ഇൻറ്റീരിയറിൽ നല്ല സ്പേസ് ഉണ്ട്, ഹെഡ് റൂമും ലെഗ് റൂമും എല്ലാം ഉണ്ട്. ബാക്ക് സീറ്റിലൊക്കെ 3-4 വർഷമായിട്ട് ഇരിക്കാം. ഫ്രണ്ടിലും നല്ല സ്പേസ് ഒക്കെ ഉണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ റിലേറ്റീവ്സിൻ്റെ ഒക്കെ അടുത്ത് പോയി ഓൾട്ടോയിൽ പോകുന്നതും അതേ ഏകദേശം അതിൻ്റെയൊക്കെ അടുത്ത് തന്നെ ഒരു 1 ലക്ഷം രൂപയുടെ വ്യത്യാസത്തിൽ ഈ കാറുമായിട്ട് പോകുന്നു. വളരെ വലിയ വ്യത്യാസമാണ്. അത് കാണുന്നവർക്ക്, കാറിനെ കുറിച്ച് കൂടുതൽ അറിയില്ലാത്തവർക്ക് ഇതൊരു 10-15 ലക്ഷം രൂപയുടെ കാറായിട്ട് തോന്നും. ആ ഒരു സെറ്റപ്പ് ഉണ്ട് അതിൽ. അപ്പോൾ അത് ആണ് ഒന്നാമത്തെ ബെനിഫിറ്റ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബേസ് വേരിയൻറ്റിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കിട്ടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ 16 ഇഞ്ച് വീലുണ്ട്, അതുപോലെ റൂഫ് റെയിലുകളുണ്ട്. പിന്നെ ഇൻറ്റീരിയറിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് വാനിറ്റി മിറർ, അതുപോലെ ബാക്ക് റിയർ സീറ്റിലെ മേലുള്ള ലൈറ്റ്, അതുപോലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ മിക്ക ബേസ് വേരിയൻ്റ് വണ്ടികളിൽ കൊടുക്കാറില്ല. അതുപോലെ അലുമിനിയം ഫിനിഷുകൾ, ക്രോം എലമെൻറ്റുകൾ, അതുപോലുള്ള ഒരുപാട് 4 പവർ ലിമിറ്റോ അതുപോലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അത് സാധാരണയുള്ള മാരുതി കാറുകളിലൊന്നും ബേസ് വേരിയൻ്റ് ഈ പറഞ്ഞ ഫീച്ചേഴ്സുകളൊന്നും കൊടുക്കാറില്ല. ഒരു വളരെ മോശം ഇൻറ്റീരിയറും വളരെ മോശം ഫീച്ചേഴ്സുമാണ് ബാക്കി കമ്പനികളെല്ലാം ബേസ് വേരിയൻറ്റിൽ കൊടുക്കാറ്. അത് അപേക്ഷിച്ച് മാഗ്നൈറ്റിൻ്റെ ബേസ് വേരിയൻറ്റ് തന്നെ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ടോപ്പിൻ്റെ ആകുമ്പോഴേക്കും നല്ലൊരു ഒരു ഫുള്ളി പാക്ഡ് ആയിട്ടുള്ളൊരു വെർഷൻ നമുക്ക് കിട്ടും. പിന്നെ അടുത്ത പോസിറ്റീവായിട്ട് നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഒരു ഡ്രൈവാണ്. നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ അകത്ത് അത്യാവശ്യം സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് ഇരുന്ന് പോകാം. പിന്നെ സ്റ്റിയറിംഗ് അത്യാവശ്യം ലൈറ്റാണ്, പക്ഷേ വലിയ റെസ്പോൺസീവ് അല്ല പവർ സ്റ്റിയറിംഗ് ആണെങ്കിലും. പക്ഷേ ലൈറ്റ് സ്റ്റിയറിംഗ് ആണ്, നമുക്ക് വലിയ പ്രശ്നമില്ലാണ്ട് ഓടിച്ചുകൊണ്ട് പോകാം. അതുപോലെ പവർ മോശമല്ലാത്ത പവറുണ്ട്. നോൺ ടെർബോ നല്ല പവറുള്ള അത്യാവശ്യം നല്ല പവറുള്ള ഒരു സ്വിഫ്റ്റിൻ്റെ ഒക്കെ റേഞ്ചിൽ അതിന് മേളിൽ പവറുള്ള വണ്ടിയാണ് ടെർബോ വേരിയൻറ്റ്. പക്ഷേ നോൺ ടെർബോയ്ക്ക് 1000 cc എഞ്ചിനാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളൊരു ഓൾട്ടോ അല്ലെങ്കിൽ സെലേറിയോ പോലത്തെ 1000 cc വണ്ടികളിലേക്ക് കമ്പയർ ചെയ്ത് അതിനേക്കാളും പവറുണ്ട്. എന്നാൽ സ്വിഫ്റ്റ് പോലത്തെ വണ്ടികളുടെ അത്രയും പവറില്ല. അപ്പോൾ ആ റേഞ്ചിലാണ് ഇതിൻ്റെ ഒരു പവർ. അപ്പോൾ നമുക്ക് ഫാമിലി യൂസ് ആണുള്ളതെന്നുണ്ടെങ്കിൽ ഇത് പെർഫെക്റ്റാണ്. ആവശ്യത്തിന് പവറുണ്ട്, ഏറ്റവും കയറിക്കോളും. ഞാൻ ഹൈ റേഞ്ച് ഡിക്കി ഭാഗത്തേക്ക് ഫുൾ ഫാമിലി ആയിട്ട് 5-6 പേരൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. പിന്നെ കയറുമ്പോൾ നമ്മളിപ്പോൾ ഒരു സ്വിഫ്റ്റ് 3rd ഗിയറിൽ പോകുന്ന കയറുന്ന കയറ്റം മാഗ്നൈറ്റ് നോൺ ടെർബോ ആണെങ്കിൽ സെക്കൻഡ് ഗിയറിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഗിയറിൽ കയറ്റേണ്ടി വരും. അല്ലാതെ വണ്ടി കയറാതിരിക്കുന്നില്ല. അപ്പോൾ അതാണ് ഞാൻ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞുള്ളൂ. അത് അടുത്ത് പിന്നെ ഈ ലുക്കാണ്. വണ്ടിക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ എക്സ്റ്റീരിയറായിട്ട് ബേസ് വേരിയൻ്റ് ആണെങ്കിലും ടോപ്പ് വേരിയൻ്റ് ആണെങ്കിലും കാണുമ്പോൾ ഏകദേശം ഒരുപോലെ ഇരിക്കും. ജസ്റ്റ് ബാക്കിൽ ഒരു ബാഡ്ജിങ് വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ഒരുപോലെ തന്നെ. അപ്പോൾ നമുക്കൊരു റോഡ് പ്രസൻസ് ഒക്കെ നന്നായിട്ടുള്ളൊരു വണ്ടി തന്നെയാണിത്. പിന്നെ കമ്പയർഡ് ടു അതർ കോമ്പറ്റീറ്റർ വണ്ടികളെ സംബന്ധിച്ച് ഇതിൻ്റെ എഞ്ചിനാണ് എല്ലാവരും വീക്കായിട്ട് പറയുന്നത്. പക്ഷേ ഫാമിലി യൂസിന് നല്ലതാണ്, വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ പോസിറ്റീവായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ മൈലേജ് അത്ര മോശം മൈലേജ് അല്ല. നമുക്ക് സിറ്റിയിലൊരു 12-13 ആ റേഞ്ച് കിട്ടും. 15 വരെ കിട്ടും മാക്സിമം, 12-15 ഈ റേഞ്ച് കിട്ടും. പിന്നെ ഹൈവേയിലാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടൊരു 16-ന് മേളിൽ 18 റേഞ്ച് നമ്മൾ സ്റ്റേബിളായിട്ടൊരു 70-80 ഓടിച്ച് പോവാണ്. 4th-5th ഗിയറിലാണ് ഓടിച്ച് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടൊരു 18 റേഞ്ച് കിട്ടും. എനിക്കത് മാക്സിമം ഈ 20-21 വരെ കിട്ടിയിട്ടുണ്ട് ലോങ് തമിഴ്നാട്ടിലൊക്കെ പോയ സമയത്ത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ പോസിറ്റീവ്സ്. പിന്നെ നെഗറ്റീവ്സ് പറയാനാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ, നമുക്കിതിൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് നെഗറ്റീവ്സിനകത്ത് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ നമ്മൾ നെഗറ്റീവായിട്ട് പറയാവുന്ന ഒന്നാമത്തെ കാര്യം, ഇവർ ചെയ്ത കോസ്റ്റ് കട്ടിങ്സ് ഉണ്ട്. അതായത് വണ്ടിയുടെ ഇൻറ്റീരിയർ പ്ലാസ്റ്റിക് ക്വാളിറ്റി അത് പോരാന്ന് പറഞ്ഞാൽ നമുക്കൊരു ഓൾട്ടോയുടെയൊക്കെ ഒരു മാരുതിയുടെ ഓൾട്ടോയുടെയൊക്കെ ഒരു കാറിൻ്റെയൊക്കെ ഒരു പ്ലാസ്റ്റിക് ക്വാളിറ്റി ആണുള്ളൂ. അതുപോലെ തന്നെ അത് ക്വാളിറ്റി കുറവായതുകൊണ്ട് തന്നെ റാറ്റ്ലിംഗ് സൗണ്ട്, അങ്ങനെ കലപില ശബ്ദമൊക്കെ കേൾക്കും ഇടയ്ക്ക് അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ. അങ്ങനെ ഒരുപാടല്ല പറയുന്നത്, ചെറുതായിട്ട്. പിന്നെ അതുപോലെ വന്നേക്കുന്ന ഒരു സംഭവം ആണ് ഇതിൻ്റെ ബാക്കി സ്പെയർ പാർട്സിൻ്റെ ഒരു ക്വാളിറ്റി കുറവ്. അതായത് ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ AC-യുടെ കൂളിംഗ് കോയിൽ അതൊരു 30,000 കിലോമീറ്ററൊക്കെ ആയപ്പോഴേക്കും കംപ്ലൈൻ്റ് ലീക്ക് ഒന്ന് പോയി. അപ്പോൾ അത് അഴിച്ചു നോക്കിയപ്പോൾ മെക്കാനിക്ക് പുറത്താണ് ചെയ്തത്. അപ്പോൾ മെക്കാനിക്കിന് പറഞ്ഞാൽ ക്വാളിറ്റി കുറവാണ് ബാക്കി ബ്രാൻഡിനെ അപേക്ഷിച്ച്. അതുപോലെ തന്നെ എൻ്റെ പവർ വിൻഡോയുടെ സ്വിച്ചസ് അത് കംപ്ലൈൻ്റ് ആയി. സെൻട്രൽ ലോക്കിൻ്റെ അതൊക്കെ ഫുള്ളായിട്ട് കംപ്ലൈൻ്റ് എന്നല്ല പറയുന്നത്, 1-2 സ്വിച്ചും ചിലപ്പോൾ വർക്ക് ചെയ്യില്ല, പവർ വിൻഡോ ഒരു സൈഡ് ചിലപ്പോൾ താഴില്ല, അതുപോലുള്ള ചെറിയ ചെറിയ കംപ്ലൈൻറ്റുകൾ. അപ്പോൾ അങ്ങനെയുള്ള ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ വണ്ടിയുടെ സ്ട്രക്ചർ നല്ലതാണ്. അതായത്
എഞ്ചിനീയറിംഗ് ആസ്പെക്റ്റിൽ അതിൻ്റെ പ്ലാറ്റ്ഫോം, അതിൻ്റെ കൺസ്ട്രക്ഷൻ അതെല്ലാം സ്ട്രോങ്. അതുകൊണ്ട് നമുക്ക് ഓടിക്കുമ്പോൾ ഒരു മാരുതിയുടെ ചെറിയ വണ്ടി പോലെയല്ല, അത്യാവശ്യം സ്റ്റേബിളായിട്ട് തന്നെ വണ്ടി പോകുന്നത്. പക്ഷേ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്ലാസ്റ്റിക് പോർഷൻസ് ഉണ്ടല്ലോ, അതുപോലെ ചെറിയ ചെറിയ ഇലക്ട്രോണിക് സാധനങ്ങൾ, അതിനൊക്കെ ക്വാളിറ്റി കമ്പാരിറ്റീവ്ലി കുറവാണ് ബാക്കി കോമ്പറ്റീറ്റർ വണ്ടികളായിട്ട്. കോമ്പറ്റീറ്റർ ഞാൻ ഉദ്ദേശിച്ച ഓൾട്ടോ എന്നല്ല, ഈ പറഞ്ഞ സ്വിഫ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന ബാക്കിയുണ്ട്. ഇപ്പോൾ കിയ സോണറ്റ്, അതുപോലെ വെന്യൂ, അതുപോലെ ബ്രസ്സ, ഇങ്ങനത്തെ വണ്ടികൾ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവാണ്. പിന്നെ ഉള്ളത് NVH, അതായത് വണ്ടി 3 സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു സൗണ്ടുണ്ട്. അതകത്തേക്ക് കുറച്ച് കേൾക്കും. അത് നമ്മൾ നല്ല ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് സൗണ്ട് കേൾക്കും. അത്ര സൈലൻറ്റ് ക്യാബിനല്ല, പക്ഷേ നമുക്കങ്ങനെ വയ്ക്കാൻ പറ്റാത്തതൊന്നുമില്ല, കുറച്ചെന്നാൽ കേൾക്കുകയും ചെയ്യും. നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ മനസ്സിലാവും. വേറെ അടുത്ത നമുക്കൊരു നെഗറ്റീവായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ സർവീസിൻ്റെ പ്രശ്നം. ഒന്ന്, സർവീസ് നെറ്റ്വർക്ക് കുറവാണ്. ഒരു ജില്ലയിലൊക്കെ ചിലപ്പോൾ 2 സർവീസ് സെൻ്റർ മൊത്തം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇഷ്യൂ ഉണ്ട്. ചിലപ്പോൾ നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ അവിടെ നല്ല തിരക്കായിരിക്കും, ചിലപ്പോൾ 2-3 ദിവസം വണ്ടി കൊണ്ടുവരും. ചില സമയത്താണെങ്കിൽ സ്പെയർ പാർട്സിൻ്റെ അവൈലബിലിറ്റി, ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു വണ്ടിയുടെ സ്പെയർ പാർട്സ് പോയിട്ട് ആകെ ആകെ ഒരു വണ്ടിയാണ് പ്രാക്ടിക്കലി ഗുഡ് സെല്ലിംഗ് ആയിട്ടുള്ളൂ, നിസാൻ മാഗ്നൈറ്റ്. എന്നിട്ടും അവർക്ക് അതിൻ്റെ സ്പെയർ പാർട്സ് അവരുടെ അടുത്ത് അവൈലബിൾ അല്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ അതിന് 1 മാസം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ വിളിക്കാമെന്നൊക്കെ പറഞ്ഞു, ഓർഡർ കൊടുത്തിട്ടുണ്ട് വരുന്നത്. പക്ഷേ ഞാൻ 1 മാസം കഴിഞ്ഞിട്ട് അവരാരും വിളിച്ചില്ല. അങ്ങോട്ട് വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് വന്നിട്ടില്ല, ഓർഡർ കൊടുത്തിട്ടുള്ളൂ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ സർവീസ്, നോർമൽ സർവീസിനും പ്രശ്നമൊന്നുമില്ല, ഇയർലി സർവീസോ അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഇതുപോലെ എന്തെങ്കിലും കംപ്ലയിൻ്റ് അല്ലെങ്കിൽ പാർട്സ് പോകും അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സർവീസിൽ ചെറുതായിട്ട് നമ്മൾ ഡിലേ അടിക്കും. അതൊരു പ്രശ്നമാണ്. വേറെ അല്ലാതെ മൊത്തത്തിൽ നോക്കുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും കാര്യമായിട്ടില്ല. വണ്ടി നമുക്കൊരു ഫാമിലി കാറായിട്ട് ഉപയോഗിച്ച് കൊണ്ടു നടക്കാം. പിന്നെ നമുക്ക് റീസെയിൽ വാല്യൂ ഒരു പ്രശ്നമാണ്. ഇത് റീസെയിൽ വാല്യൂ വളരെ കുറവാണ്. ഞാനിപ്പോൾ ഒരു 7 ലക്ഷം രൂപയ്ക്ക് എടുത്ത വണ്ടിയാണെങ്കിൽ 3-4 വർഷം കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു 3.5 ലക്ഷം 4 ലക്ഷം രൂപയ്ക്ക് സെയിലാവുള്ളൂ. അതേസമയം നിങ്ങളൊരു മാരുതിയുടെ 7 ലക്ഷം രൂപയ്ക്ക് എടുത്താൽ അത് ചിലപ്പോൾ 5-6 ലക്ഷം രൂപയ്ക്ക് വരെ വിറ്റ് പോകും. അപ്പോൾ നിങ്ങൾ പുതിയൊരു കാറിലേക്ക് ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു നഷ്ടം ഇതൊക്കെ നമ്മൾ മനസ്സിൽ വച്ചേക്കണം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഉള്ളൂ. വേറെ വലിയ നെഗറ്റീവ്സ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. നമുക്ക് ഫാമിലി കാറായിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ ബെസ്റ്റ് കാറാണ്. 7 ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ പറ്റിയ ബെസ്റ്റ് കാറാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ വേറെ റീസെൻ്റ്ലി ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത്, അതായത് ഇങ്ങനെ പറയാറില്ലാത്തൊരു സംഭവമാണ്, അത് ഈ വണ്ടിയുടെ സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫാണ്, കുറച്ച് ഹാർഡ്, അങ്ങനെ സോഫ്റ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എന്തിനാണെന്ന് വെച്ചാൽ വണ്ടിയുടെ ബോഡി റോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. വണ്ടിക്ക് ഹൈറ്റ്, ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലുണ്ട്, വണ്ടി ഇങ്ങനെ ആടാതിരിക്കാൻ വേണ്ടിയാണ് സ്റ്റിഫ് സസ്പെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്ര സ്മൂത്തായിട്ട് പല നമുക്ക് ഈ റേഞ്ചിൽ വരുന്ന വണ്ടികളിലെ പോലെ സ്മൂത്തായിട്ട് നമുക്ക് ചെറിയ മോശം റോഡുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഇടി കിട്ടും സസ്പെൻഷൻ്റെ സൈഡിൽ നിന്നുള്ള. അതുകൊണ്ട് തന്നെ ഈ വണ്ടിക്ക് മോഷൻ സിക്നെസ് ഉള്ള ആൾക്കാരുണ്ടല്ലോ, അത് കാറിൽ കയറി കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് ഒലച്ചിൽ കൂടുതലാണ്. അപ്പോൾ ഈ കാറിൽ കയറി കഴിഞ്ഞാൽ ഛർദ്ദിക്കാനൊക്കെ ടെൻഡൻസി ഉള്ള ആളുകളുണ്ട്, അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് ഞാൻ 2-3 പേരുടെ അടുത്ത് നിന്ന് അങ്ങനെ ഒരു ഫീഡ്ബാക്ക് കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതുകൂടി പറഞ്ഞാണ്. അങ്ങനെ പ്രശ്നമുണ്ട്. അത് വണ്ടിക്ക് ഉലച്ചിൽ കൂടുതലുള്ളതുകൊണ്ട് അകത്തിരിക്കുന്ന ആൾക്കൊരു ഫീൽ അങ്ങനെ വരുന്നതാണ്. അതിൻ്റെ ഹൈറ്റ്, വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലായതുകൊണ്ടും പിന്നെ സസ്പെൻഷൻ സ്റ്റിഫ് ആയതുകൊണ്ടും ഉള്ളൊരു പ്രശ്നമാണത്. വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഫേസ് ചെയ്തിട്ടില്ല. പിന്നെ നോർമലി വരുന്ന വണ്ടിക്ക് വന്ന ഗ്യാരണ്ടിയർ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. അതെല്ലാം ഏത് വണ്ടി എടുത്താലും മതി. അപ്പോൾ ഞാൻ പറയുന്നതാണ്, നിങ്ങളൊരു എൻട്രി ലെവൽക്കാരുന്നു, ഒരു സെക്കൻഡ് ഹാൻഡ് ഒരു ഓൾട്ടോയിന്നോ സെലേറിയെന്നോ എറ്റണിന്നൊക്കെ അപ്ഗ്രേഡ് വരുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് കാറാണ് നിസാൻ മാഗ്നൈറ്റ്. അതേസമയം ബലേനോയിന്നോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള വണ്ടികളിൽ നിന്നൊക്കെ മാറി ഇതെടുക്കാം എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അത്ര ഒരു ക്വാളിറ്റിയോ അല്ലെങ്കിൽ അത്ര റിഫൈൻഡ് എഞ്ചിനൊന്നും അല്ല ഇതിൻ്റെ. അപ്പോൾ പുതിയതായിട്ടൊരു കാർ വാങ്ങുന്നവർക്ക് 7 ലക്ഷം രൂപയ്ക്ക് നല്ല കാറാണ്. ഒരുപാട് വില കാർ ഉപയോഗിച്ചവർ ഈ വണ്ടിയിലേക്ക് തിരിച്ചു വരേണ്ട കാര്യമില്ല, വേറെ ഏതെങ്കിലും മോഡൽ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത്രേ ഉള്ളൂ.